നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച ഫാദർ തോമസ് പതിക്കൽ വിടവാങ്ങി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ ലോകത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം നിരവധി സഹനങ്ങളിലൂടെ ഫാദർ കടന്നു പോകേണ്ടി വന്നിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മരിയ റോസ് ചേരുന്നുണ്ട്. മരിയ, ഒരുപക്ഷെ സങ്കടകരമാണ് അത്. എന്താണെങ്കിലും ഫാദർ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലോകത്തിന് വലിയൊരു നന്മ നൽകിയതിന് ശേഷമാണല്ലോ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. അതെ റോബിൻ, വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച, അത് ആദ്യമായി ലോകത്തിന് മുൻപിൽ വിളിച്ചു പറഞ്ഞ വന്യ വൈദികനായിട്ടുള്ള ഫാദർ തോമസ് പടിക്കൽ വിടവാങ്ങി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ടുള്ള വിളക്കന്നൂര് ദിവ്യകാരുണ്യ അത്ഭുതത്തെ ലോകത്തിന് മുൻപിൽ സാക്ഷ്യം വഹിച്ച വൈദികനാണ് ഫാദർ തോമസ് പതിക്കൽ എന്ന് പറയുന്നത്. തന്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം, ഭൂമിയിലെ ഓട്ടം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ അദ്ദേഹം നിത്യതയിലേക്ക് വിടവാങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ലോകമെമ്പാടും ഇപ്പോൾ അറിയപ്പെടുന്ന വിളക്കന്നൂരിലെ ഈ അത്ഭുതം ലോകത്തോട് വിളിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണ് ഇപ്പോൾ വിളക്കന്നൂരിലേക്ക് ഇത്രയധികം വിശ്വാസ ജനം ഒഴുകിയെത്തുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസ സാക്ഷ്യമായിരിക്കാം ചിലപ്പോൾ ഭൂമിയിലെ അദ്ദേഹത്തിന്റെ വലിയ വിളി എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാൻ സാധിക്കും. കാരണം 2013 നവംബറിലാണ് വിളക്കന്നൂരിലെ ഈ ഒരു അത്ഭുതം നടക്കുന്നത്. അന്നൊരു വെള്ളിയാഴ്ച ദിവസം ദിവ്യബലിക്കിടെ വിഭജന ശുശ്രൂഷയ്ക്ക് മുമ്പ് അദ്ദേഹം നോക്കി നിൽക്കുമ്പോഴാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു വരുന്നത്. ആദ്യം അത് ഒരു തോന്നലാണെന്ന് അദ്ദേഹം കരുതിയെങ്കിലും ായിരിക്കാം അത് ചിലപ്പോ കണ്ണിന്റെ അദ്ദേഹം തന്റെ കണ്ണിന്റെ ഒരു മായ കാഴ്ചയായിരിക്കാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കിന്ന് കാണുന്ന ആ ഒരു ദിവ്യകാരുണ്യ ഭക്തി, അനേകം പേരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു ഭക്തി ചിലപ്പോൾ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. അന്ന് അദ്ദേഹം ആ ഒരു ദിവ്യകാരുണ്യ വിഭജന ശുശ്രൂഷയിൽ മാറ്റിവെക്കുകയും പിന്നീട് ദിവ്യബലിക്ക് ശേഷം വിശ്വാസികളെ ആ ഒരു തിരുവോസ്തി കാണിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് ആദ്യമായി കണ്ടവർക്ക് അതൊരു അവിശ്വസനീയമായ കാഴ്ചയായിരുന്നെങ്കിലും ദിവ്യകാരുണ്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ തിരുമുഖം തന്നെയായിരുന്നു. അതുമൂലം 2025 മെയ് 9 പരിശുദ്ധ സിംഹാസനം വിളക്കന്നൂരിലെ ആ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സ്ഥിരീകരിക്കുകയും അത് പൊതുവണക്കത്തിനായിട്ട് നൽകുകയും ചെയ്തത്. 2020 വത്തിക്കാനിലേക്ക് ഇതൊരു സ്ഥിരീകരണത്തിനായിട്ട് അയക്കുകയും 2025 അതിനൊരു സ്ഥിരീകരണം കൊടുക്കുകയും പൊതുവണക്കത്തിനായി ദിവ്യകാരുണ്യം പൊതുവണക്കത്തിന് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. ആ നിമിഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒന്നായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ആ 2013 തൊട്ട് 2025 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഒട്ടേറെ കുത്തുവാക്കുകളും സഹനങ്ങളും അച്ഛനെ നേരിടേണ്ടി വന്നിരുന്നു എന്ന് അച്ഛൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചതുകൊണ്ട്, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഒട്ടേറെ പേർ വിശ്വാസികളായിട്ടും അല്ലാതിരുന്നവരായിട്ടും ഒട്ടേറെ പേർ അദ്ദേഹത്തെ കളിയാക്കുകയും കുത്തുവാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. സ്ഥിരീകരണത്തിന് മുൻപ് വിളക്കന്നൂരിലെ അത്ഭുതം കാണാനായി നിരവധി പേർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ ദേവാലയത്തിലേക്ക്, വിളക്കന്നൂരിലെ ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സമയമോ തന്റെ ആരോഗ്യമോ ഒന്നും നോക്കാതെ സക്രാരി തുറന്നു കൊടുക്കുകയും ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി എഴുന്നള്ളിച്ചു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തന്റെ ആരോഗ്യമോ ഒന്നും അദ്ദേഹം ഈ ഒരു ദിവ്യകാരുണ്യ ഭക്തിക്കായി കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിൽ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യം എന്ന് തന്നെ നമുക്ക് തോന്നും. കാരണം ഇത്തരത്തിലൊരു അത്ഭുതം ഉണ്ടായാൽ, ഇത്തരത്തിലൊരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചാൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ്. അതൊരു വത്തിക്കാന്റെ സ്ഥിരീകരണത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരിക. അത് വേറൊന്നും കൊണ്ടല്ല, അതിന്റെ പഠനങ്ങൾ എല്ലാം കൃത്യമായിരിക്കണം. ഒരു തരത്തിലും ഒരു പിഴവും സംഭവിക്കരുത്, ഒരു തരത്തിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം വിശ്വാസജനത്തിന് നൽകരുത് എന്ന് വത്തിക്കാന് പൂർണ്ണമായിട്ടും ഉള്ളൊരു നിർബന്ധമുള്ളത് കൊണ്ടും വിശദമായ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് പല അത്ഭുതങ്ങളും വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നത് തന്നെ. അപ്പം
ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടേറെ നാളുടെ കാത്തിരിപ്പുകൾ ആവശ്യമാണ് അതിനൊരു സ്ഥിരീകരണത്തിനായിട്ട്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ 2025 മെയ്യിലാണ് ഈ ഒരു സ്ഥിരീകരണം, വിളക്കന്നൂർ ദിവികാരുണ്യ അത്ഭുതത്തിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. തന്റെ ജീവിതകാലത്ത് തന്നെ അതിന് സാക്ഷ്യം വഹിക്കാനും താൻ സഹിച്ചതും ഇത്രയും നാൾ മുന്നോട്ട് വെച്ച ലോകത്തിന് മുൻപിൽ താൻ കാട്ടിക്കൊടുത്ത ദിവികാരുണ്യ അത്ഭുതത്തിന് ഒരു വലിയ പരിശുദ്ധ സിംഹാസനത്തിന് അംഗീകാരം ലഭിക്കുന്നതും കാണാനായിട്ട് ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു എന്നുള്ളതും വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, ഈ ഒരു അത്ഭുതം വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അത് കാണാൻ ഞാൻ ഉണ്ടാകുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ദിവികാരുണ്യ ഈശോനാഥന് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് കാണാൻ സാധിച്ചത്, ഈ ഒരു വത്തിക്കാന്റെ ഈ ഒരു സ്ഥിരീകരണം കാണാൻ സാധിച്ചതും ഒട്ടേറെ പേർ ഈ ദിവികാരുണ്യ അത്ഭുതം കാണാനും അതിൽ വിശ്വസിച്ചുകൊണ്ടും വന്ന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതും വിശ്വാസത്തിലേറെ തീക്ഷ്ണത ഉണ്ടാകുന്നതും കാണാൻ സാധിക്കുന്നതും ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഭൂമിയിൽ അദ്ദേഹം സഹിച്ച എല്ലാം, ഈ ഒരു ദിവികാരുണ്യ അത്ഭുതത്തിന് വേണ്ടി അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നു. പലരുടെയും കുത്തുവാക്കുകൾ സഹിക്കേണ്ടി വന്നു. പലരും അദ്ദേഹത്തെ കളിയാക്കുകയും ഈ ഒരു ദിവികാരുണ്യ അത്ഭുതത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ടും ഇതൊക്കെ മനസ്സിന്റെ വെറും വിഭ്രാന്തിയാണെന്ന് പോലും അദ്ദേഹത്തെ കുറിച്ച് കളിയാക്കുകയോ ഒക്കെ ചെയ്തിരുന്നപ്പോൾ പോലും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്ന തന്റെ തമ്പുരാനിലാണ്. ദൈവം എനിക്ക് തിരുവോസ്തിയിൽ ഈ ഒരു മുഖം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഇത്രയും വലിയൊരു അത്ഭുതം കാണിക്കാൻ കഴിയുമെങ്കിൽ, താൻ സഹിക്കുന്ന ഈ സഹനങ്ങൾക്കും ഒരു ഉത്തരം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് 2025 നടന്ന വത്തിക്കാന്റെ സ്ഥിരീകരണം എന്ന് പറയുന്നത്. ഇപ്പോ അദ്ദേഹം ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം തന്റെ ദൗത്യമെല്ലാം പൂർത്തിയാക്കുകയും വലിയൊരു വിശ്വാസ സാക്ഷ്യത്തിന് ലോകത്തിന് മുൻപിൽ അടിത്തറയിട്ടതിന് ശേഷമാണ് ലോകത്തിലെ തന്റെ ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നത്. റോബിൻ, മരിയ റോസാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്താണെങ്കിലും ഫാദർ ഇപ്പോൾ സമാനത്തിന് വേണ്ടി യാത്രയായിരിക്കുകയാണ്.